അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സൈനിങ് നിലവിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത നേരത്തെ തന്നെ വരുമെന്ന് തന്നെയായിരുന്നു ആരാധകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ട്രാൻസ്ഫർ വിൻഡോ ഇന്ത്യയിൽ ഓപ്പൺ ആയിട്ട് കൃത്യം 3 ദിവസങ്ങൾക്ക് ശേഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെയധികം ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞുപോയ ഒരു ISL സീസണിൽ ഏറ്റവും അധികം നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള പ്രശ്നങ്ങൾ. അതിപ്പോൾ ഏത് ഗോൾ കീപ്പറെയും മാറ്റി മാറ്റി പരീക്ഷിച്ചാലും അവസാനം ആ ഒരു ഗോൾ കീപ്പർ ഫോം ഔട്ട് ആവുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സെൽഫായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ തന്നെ കൊണ്ട് പല തരത്തിലുള്ള ഗോളുകളും നമുക്ക് പല മത്സരങ്ങളിലും കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ സച്ചിൻ സുരേഷിനെ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തു നിന്ന് പറ്റാത്ത പല തെറ്റുകളും മത്സരങ്ങളിൽ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തങ്ങളുടെ പ്രീവിയസ് സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ടതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തെ വിലയിരുത്തേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഒന്നെങ്കിൽ അദ്ദേഹം ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന് മികച്ചു നിൽക്കുവാൻ സാധിക്കുമെന്നൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ISLൻ്റെ 10ാം സീസണിൽ ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കംബാക്കിന് വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ പരിക്കിന് ശേഷം വന്നതിനാൽ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ ISL സീസണിൽ അത്ര കണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ നമുക്കെല്ലാവർക്കും അറിയാം, കമൽജിത് സിംഗ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയ ISL സീസണിൽ വെറും അവസാനത്തെ ഒരു 2 മാസത്തെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ സൈൻ ചെയ്തൊരു താരമായിരുന്നു കമൽജിത് സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹവും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെൻറ്റിൽ 1-2 കളി കൂടുതലൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീടുള്ളത് നോറ ഫെർണാണ്ടസ് ആയിരുന്നു. ഇദ്ദേഹത്തിനും സൂപ്പർ കപ്പ് മത്സരങ്ങളുടെ ഇടയിൽ പരിക്ക് പറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നത്, അതായത് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലെയർ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത് ആഷ് അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന താരത്തെയാണ്. ഇദ്ദേഹം മോഹൻ ബഗാൻ്റെ താരമായിരുന്നു. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരമായിട്ട് പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ. സോ അതിനാൽ തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കൂടി മികച്ചതാവുകയാണ് എന്നാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഗില്ലെന്ന് പറയുന്ന പ്രൊഫഷൻ സിംഗ് ഗിൽ എന്ന് പറയുന്ന ഗോൾ കീപ്പർ എങ്ങനെ സക്സസ് നേടിയെടുത്തു, അതായത് സെക്കൻഡ് കീപ്പറായിട്ട് വന്നിട്ട് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഗോൾഡൻ ഗ്ലൗ നേടിയെടുത്ത ഒരു ഗോൾ കീപ്പറാണ് പ്രൊഫഷൻ സിംഗ് ഗിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഷ് അൻവർ ഷെയ്ഖിനും ബ്ലാസ്റ്റേഴ്സിൽ ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പക്ഷേ വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ ഇദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.